Welcome to the lectures of surveying. In this lecture, we are going to discuss about the more details about the angular measurements. Here, first of all, we have to discuss what is magnetic declination. Declination or it is the horizontal angle between true meridian and a magnetic meridian. നമ്മൾ നേരത്തെ മാഗ്നറ്റിക് മെറിഡിയൻ എന്താണ്, ട്രൂ മെറിഡിയൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ ലെക്ചേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ട്രൂ നോർത്ത്, ട്രൂ സൗത്ത് ഇതിലൂടെ പോകുന്നതാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റിക് നോർത്തിലൂടെയും മാഗ്നറ്റിക് സൗത്തിലൂടെയും പോകുന്ന പ്ലെയിനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഒരു സ്ഥലത്ത് ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും സെയിം ആവില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ഡിഫറൻസ് ആണ് ഈ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ആ ആംഗിൾ, ഒറിസോണ്ടൽ ആംഗിൾ ആണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സി ഹിയർ ഇഫ് ദിസ് ഈസ് ദി ട്രൂ മെറിഡിയൻ, അപ്പോൾ ഈ മെറിഡിയനിൽ നിന്ന് ലെഫ്റ്റിലേക്കോ, ദാറ്റ് മീൻസ് ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ ആവാം മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ, അതാണ് ഈ ആംഗിളാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അത് ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റിലേക്കാണ് ഡിക്ലിനേഷൻ എങ്കിൽ, മാഗ്നറ്റിക് മെറിഡിയൻ ഈസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആണെന്നാണ് പറയാറ്. സോ ഡിക്ലിനേഷൻ ഈസ് പോസിറ്റീവ് വെൻ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈസ്റ്റിലേക്കാണ്. ഇനി അതേ മാഗ്നറ്റിക് മെറിഡിയൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ, ടുവേർഡ്സ് ദി വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ആണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അത് വെസ്റ്റിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് നെഗറ്റീവ്. അതിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ഒറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദി ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. അത് ഈസ്റ്റിലേക്കും ആവാം വെസ്റ്റിലേക്കും ആവാം. ഈസ്റ്റിലേക്കാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും, വെസ്റ്റിലേക്കാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് മെറിഡിയൻ കിട്ടിയാൽ അതിൽ നിന്ന് ട്രൂ ബിയറിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ എന്ന് പറയും. അപ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആ സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾ സർക്കിൾ ബിയറിംഗ് ആണ് തന്നിട്ടുള്ളെങ്കിൽ ഈസ്റ്റിലേക്കാണെങ്കിൽ പ്ലസ് ഉപയോഗിക്കുക, അതുപോലെ വെസ്റ്റിലേക്കാണെങ്കിൽ മൈനസ് ഉപയോഗിക്കുക. ഇത് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒരു ട്രൂ മെറിഡിയൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണ്. ഇപ്പോൾ ദിസ് ഈസ് ദ ഈസ്റ്റ് സൈഡിലേക്കുള്ള ഡിക്ലിനേഷനാണ്. ഇപ്പോൾ ഒ എ എന്ന് പറയുന്നതാണ് സർവേ ലൈൻ എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. കാരണം മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നുള്ള ഡയറക്ഷൻ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് ട്രൂ മെറിഡിയനിൽ നിന്നുള്ളതാണ്, ഈ ഫുൾ ആംഗിളാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാഗ്നറ്റിക് ബിയറിങ്ങും ഡിക്ലിനേഷനും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് 48 ഡിഗ്രി 24 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. അവിടുത്തെ ഡിക്ലിനേഷൻ 5 ഡിഗ്രി 38 മിനിറ്റ് ഈസ്റ്റിലേക്കാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ച പോലെ രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് ട്രൂ ബിയറിംഗ് കിട്ടുക. ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ നമ്മൾ പ്ലസ് ഉപയോഗിക്കേണ്ടി വരും. സോ ഹിയർ പ്ലസ്, അപ്പോൾ 54 ഡിഗ്രി 2 മിനിറ്റ് എന്ന് കിട്ടും അതിൻ്റെ ട്രൂ ബിയറിംഗ്. ഓക്കെ, സിമിലർലി ആ മാഗ്നറ്റിക് മെറിഡിയൻ വെസ്റ്റിലേക്കാണെങ്കിൽ ഒ എ എന്ന് പറയുന്ന ലൈന് അതിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നുള്ള ഡയറക്ഷൻ ആയിരിക്കും. ട്രൂ എന്ന് പറയുന്നത് ട്രൂ മെറിഡിയൻ. സോ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബിയറിംഗിൽ നിന്ന് ഡിക്ലിനേഷൻ മൈനസ് ചെയ്തതാണ്, സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ, മാഗ്നറ്റിക് ബിയറിംഗ് 78 ഡിഗ്രി 20യും ഡിക്ലിനേഷൻ 4 ഡിഗ്രി 20 ഈസ്റ്റിൽ ആണെന്നുണ്ടെങ്കിൽ, സോറി ഇവിടെ ഈസ്റ്റ് അല്ല, അത് വെസ്റ്റ് ആണ് കേട്ടോ. ദിസ് ഇസ് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. സോ മാഗ്നറ്റിക് ബിയറിംഗിൽ നിന്ന് ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാറുണ്ട്. അവിടെ വി ഹാവ് ടു യൂസ് മൈനസ് സൈൻ ഉപയോഗിക്കേണ്ടി വരും. സോ യു വിൽ ഗെറ്റ് 74 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് സൗത്ത് 28 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. അപ്പോൾ ഇത് ക്വാഡ്രന്റൽ ബിയറിംഗിലാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ട്രൂ ബിയറിംഗ് ഇഫ് ദ ഡിക്ലിനേഷൻ ഈസ് 7 ഡിഗ്രി 30 വെസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഫിഗർ വരച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ദിസ് ഈസ് ദി ട്രൂ മെറിഡിയൻ ആൻഡ് ദിസ് ഈസ് ദി മാഗ്നറ്റിക് മെറിഡിയൻ. കാരണം മാഗ്നറ്റിക് മെറിഡിയന് വെസ്റ്റിലേക്കാണ്, കാരണം ഡിക്ലിനേഷൻ 7 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റിലേക്കാണ്. അതിൻ്റെ ആ
ഡിക്ലിനേഷൻ ആംഗിൾ 7 ഡിഗ്രി 30 ആണ്. അപ്പോൾ മേലെ ആയാലും താഴെ ആയാലും 7 ഡിഗ്രി 30 ആണ്. ഇനി ഇവിടെ എ ബി എന്നൊരു ലൈൻ ഒന്നുണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് വെച്ചാൽ ഈ റെഡ് ലൈനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അതിൽ നിന്ന് മെഷർ ചെയ്തിട്ടുള്ള ബിയറിംഗ് വാല്യൂ സൗത്തിൽ നിന്ന് 28 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ എ ബി എന്ന ലൈന് അത് ഇങ്ങനെയാണ് അതിൻ്റെ ബിയറിംഗ് വരിക. ഓക്കെ, നമ്മളോട് ചോദിച്ച് ട്രൂ ബിയറിംഗ്. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ സൗത്തിൽ നിന്ന് ഇതിലേക്കുള്ള ഈ ആംഗിളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ആ തന്ന ബിയറിങ്ങും ഡിക്ലിനേഷൻ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ വരും. അപ്പോൾ നമ്മൾ ആ ഫിഗർ പ്ലോട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. പ്ലസ് ആണോ മൈനസ് ആണോ ശരിക്കും നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദി കറക്റ്റ് വാല്യൂ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഇൻ ആൻ ഓൾഡ് മാപ്പ് ലൈൻ എ ബി വാസ് ഡ്രോൺ ടു എ മാഗ്നറ്റിക് ബിയറിംഗ് 5 ഡിഗ്രി 30 മിനിറ്റ്. ദി ഡിക്ലിനേഷൻ അറ്റ് ദാറ്റ് ടൈം വാസ് 1 ഡിഗ്രി ഈസ്റ്റ്. ഒരു പഴയ കാലത്ത് ഒരു സർവേ ചെയ്ത സമയത്ത് എ ബി എന്നുള്ള ഒരു ലൈന് നമ്മൾ വരച്ചത് 5 ഡിഗ്രി 30 എന്നുള്ള മാഗ്നറ്റിക് ബിയറിങ്ങിലാണ്. ആ സമയത്ത് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് 1 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, കാലം ചെല്ലുന്തോറും ഡിക്ലിനേഷൻ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും ട്രൂ ബിയറിംഗ് വാല്യൂ ഒരിക്കലും മാറില്ല. ഏത് കാലത്തായാലും അത് ഒരേപോലെ ആയിരിക്കും, അത് മാറത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടു വാട്ട് മാഗ്നറ്റിക് ബിയറിംഗ് ദ ലൈൻ ഷുഡ് ബി സെറ്റ് നൗ ഇഫ് ദി പ്രസന്റ് ഡിക്ലിനേഷൻ ഈസ് 8 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ ഡിക്ലിനേഷൻ മാറി 8 ഡിഗ്രി 30, അതേ സെയിം ലൈനിൻ്റെ ഡിക്ലിനേഷൻ മാറി 8 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. മാഗ്നറ്റിക് മെറിഡിയൻ ആദ്യം ഈസ്റ്റിലേക്കാണ്, 1 ഡിഗ്രി ഈസ്റ്റിലേക്കാണ്. ആ സമയത്ത് ആ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് 5 ഡിഗ്രി 30 ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചു. അതിൽ നിന്ന് നമുക്ക് ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ട്രൂ ബിയറിംഗ് 6 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എ ബി എന്നുള്ളത് ട്രൂ മെറിഡിയനിൽ നിന്ന് 6 ഡിഗ്രി 30 മിനിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇപ്പോൾ എ ബിൻ്റെ ട്രൂ ബിയറിംഗ് ഇവിടെ കാണിച്ചു. ഇനി തന്നത് പുതിയ ഒരു സമയത്ത്, ഇപ്പോൾ പുതിയ കാലത്ത് അതിൻ്റെ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് 8 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഈ ലൈനിൻ്റെ ബിയറിംഗ് ആകെ 6 ഡിഗ്രിയേ ഉള്ളൂ. പക്ഷേ ഡിക്ലിനേഷൻ 8 ഡിഗ്രി വന്നു പറഞ്ഞാൽ അതിനേക്കാളും താഴോട്ട് വരും. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അതിൻ്റെ ഡിക്ലിനേഷൻ വാല്യൂ 8 ഡിഗ്രി 30 ആണ്, ഈസ്റ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുതിയ സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ മാഗ്നറ്റിക് ബിയറിംഗ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ അത് നേരെ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് മെഷർ ചെയ്യേണ്ടി വരും, ഈ ലൈനിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ നിങ്ങൾ മെഷർ ചെയ്താൽ, ആ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രൂ ബിയറിംഗിൽ നിന്ന് ഡിക്ലിനേഷൻ കുറയ്ക്കേണ്ടി വരും. സോ നമുക്ക് -2 ഡിഗ്രി കിട്ടും. -2 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് -2 വന്നത്. ദാറ്റ് മീൻസ് 358 ഡിഗ്രി ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. 2 ഡിഗ്രി ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് അത് വരിക. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഫൈൻഡ് ദി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഇഫ് ദി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി സൺ അറ്റ് നോൺ ഈസ് 184 ഡിഗ്രി ഓർ 350 ഡിഗ്രി 20 മിനിറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് സണ്ണിൻ്റെ പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. സണ്ണ് സാധാരണ നോണിൽ നോർത്തിലോ അല്ലെങ്കിൽ സൗത്തിലോ ആണ് കാണുക. എന്ന് വെച്ചാൽ 0 ഡിഗ്രി, നോർത്തിലാണെങ്കിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയും, സൗത്തിലാണെങ്കിൽ 180 ഡിഗ്രി. ഇതാണ് സാധാരണ സണ്ണിൻ്റെ പൊസിഷൻ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ മാഗ്നറ്റിക് ബിയറിംഗ് അളന്നപ്പോൾ 184 ഡിഗ്രി അല്ലെങ്കിൽ 350, ഇങ്ങനെ 2 കേസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 184 ഡിഗ്രി ആണെങ്കിൽ അത് 180യോട് അടുത്താണ്, എന്ന് വെച്ചാൽ സണ്ണ് അപ്പോൾ സൗത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ബിയറിംഗ് വരേണ്ടത് 180 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷേ നിങ്ങൾ മാഗ്നറ്റിക് ബിയറിംഗ് അളന്നപ്പോൾ 184 വന്നു. അപ്പോൾ ഈ യെല്ലോയിൽ കാണിച്ചിരിക്കുന്നതാണ് സണ്ണ് വിചാരിക്കുക. നിങ്ങളത് ശരിക്കും അളന്നുണ്ടെങ്കിൽ, ട്രൂവിലേക്ക് അളന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ 184 വന്നു എന്ന് പറഞ്ഞാൽ ട്രൂവിനേക്കാളും കുറച്ചുകൂടെ ഇപ്പുറത്തേക്ക് വെസ്റ്റിലേക്ക് കുറച്ചുകൂടെ മാറി നിൽക്കും അത്. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ നിൽക്കുക. സോ ഇവിടെ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന 4 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 4 ഡിഗ്രി വെസ്റ്റ് എന്ന് വരും. സോ ദ ഡിക്ലിനേഷൻ ഈസ് 4 ഡിഗ്രി വെസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ കേസ് പറയുന്നത് 350 ഡിഗ്രി 20 മിനിറ്റ് എന്ന് വെച്ചാൽ അത് 360 ഡിഗ്രിയാണ് ആവേണ്ടത്, നോർത്തിലാവണമായിരുന്നു.
അപ്പോൾ ഫുള്ള് നമ്മൾ ശരിക്കും അളന്നിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി കറക്റ്റ് വരും. പക്ഷേ അളന്നപ്പോൾ 350 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും. കറക്റ്റ് ആ നോർത്തിലേക്ക് എത്തില്ല, പകരം ഇങ്ങോട്ട് മാറി നിൽക്കും. സോ മാഗ്നറ്റിക് മെറിഡിയൻ ഈസ്റ്റിലേക്കായിരിക്കും. അവിടുത്തെ ഡിഫറൻസ് വന്നത് 9 ഡിഗ്രി 40 മിനിറ്റ് ഈസ്റ്റ് എന്ന് വരാം. സോ ഡിക്ലിനേഷൻ ഈസ് 9 ഡിഗ്രി 40 മിനിറ്റ് ഈസ്റ്റ് എന്ന് വരും. അപ്പോൾ ഇതാണ് കേസ്. ഓക്കെ, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ ഹെവി മാഗ്നറ്റ് ദി പ്രിസ്മാറ്റിക് കോമ്പസ് ഫെയിൽസ് ടു ഓറിയന്റ് ടുവേർഡ്സ് ദി മാഗ്നറ്റിക് മെറിഡിയൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ സർവേ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് കോമ്പസ് ഉപയോഗിച്ചിട്ട് സർവേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഈസ് ദി കറക്റ്റ് മാഗ്നറ്റിക് നോർത്ത് എന്ന് വിചാരിക്കാം. ഇത് കറക്റ്റ് മാഗ്നറ്റിക് നോർത്തിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കോമ്പസ് വെച്ചാൽ ഈ ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് നോർത്തിൻ്റെ ആ സൂചി, ആ നീഡിൽ കാണിക്കേണ്ടത്. പക്ഷേ അങ്ങനെ കാണിക്കുന്നതിന് പകരം ആ നീഡിൽ വേറെ സൈഡിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് തിരിച്ചു കാണിക്കുമായിരിക്കാം. ഇങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ചില സമയത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹെവി മാഗ്നറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രസൻസിൽ കാരണം അതിലേക്ക് ഒരു അട്രാക്ഷൻ കാണിക്കും. നീഡിൽ ആക്ച്വൽ ഡയറക്ഷനിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്യും, ഒന്ന് അട്രാക്ഷൻ കാണിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കാരണം നമുക്ക് ശരിയായ മാഗ്നറ്റിക് നോർത്ത് അല്ല കിട്ടുക, ഒരു ഫെയിൽഡ്, ഒരു എറർ ഉള്ള വാല്യൂ ആണ് കിട്ടുക. സോ ദിസ് ഫിനോമിന ഇസ് കോൾഡ് ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, സോ ഇതിന് കാരണം ഈ ഇൻഫ്ലുവൻസിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇങ്ങനെ ലോക്കൽ അട്രാക്ഷൻ കാരണം അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ആ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കറണ്ട് പോകുന്ന ലൈന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ്. എഡ്ഡി കറണ്ട് അതുപോലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇലക്ട്രിക് ലൈൻസ്, വയേഴ്സൊക്കെ അതിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവാം. ദെൻ സ്റ്റീൽ സ്ട്രക്ചർ, ഇതൊക്കെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ അണ്ടർഗ്രൗണ്ട് അയൺ പൈപ്സ്, ഹെവി മാഗ്നറ്റ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കോമ്പസ് ഉപയോഗിക്കുന്ന സമയത്ത് ആ നീഡിൽ കാണിക്കുന്നത് ശരിയായ ഡയറക്ഷൻ ആണോ തെറ്റായ ഡയറക്ഷൻ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ആണ് എന്ന ഒരു ധാരണയോടുകൂടിയാണ് ആ സർവേ കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ ആ റീഡിങ്സ് നോക്കിയാൽ അതിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ, അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഓരോ ലൈനിൻ്റെയും ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത സർവേയിങ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് 180 ഡിഗ്രി വരണം. ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ്ലി ഈക്വൽ ടു 180 ഡിഗ്രി, അവിടെ ലോക്കൽ അട്രാക്ഷൻ ഇല്ല എന്നാ പറയാം. ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആയിരിക്കും, അവിടെ ലോക്കൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇഫ് ദ ഡിഫറൻസ് ഇസ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി, നിങ്ങൾ ആ ഡിഫറൻസ് എടുത്ത സമയത്ത് അത് 180 ഡിഗ്രി അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ 180 ഡിഗ്രി അല്ലെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാം. ഇറ്റ് മേ ബി എഫക്റ്റഡ് ബൈ ലോക്കൽ അട്രാക്ഷൻ. അപ്പോൾ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാം എന്നർത്ഥം. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ലൈൻ്റെയും ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് എടുക്കുക. അത് 180 ഡിഗ്രി അല്ലെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫീൽഡിൽ കോമ്പസ് സർവേയിങ് ചെയ്ത സമയത്ത് ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി വിചാരിക്കുക. ഇത് കണ്ടെത്തിയോണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് എലിമിനേറ്റ് ചെയ്യണം, അത് ഒഴിവാക്കണം. സോ അത് ഒഴിവാക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിസ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ് നമുക്കൊന്ന് നോക്കാം. If there is local attraction at a station, all the bearing measured from that station will be incorrect. നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABCD എന്ന് പറയുന്ന 4 സ്റ്റേഷൻ്റെ ഏരിയ, അതിലെ ബിയിലെ AB എന്ന ലൈൻ്റെയും BC എന്ന ലൈൻ്റെയും ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവിടെ 180 ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബിയിൽ നിന്ന് മെഷർ ചെയ്ത എല്ലാ ബിയറിംഗ് വാല്യൂസും തെറ്റാണ് എന്നർത്ഥം. അതുപോലെ എത്രയാണോ അവിടെ ആ തെറ്റ്, എത്രയാണോ എറർ, അത് സെയിം ആയിരിക്കും. ബിയിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്താൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ഇങ്ങനെ ദിസ് ഈസ് A, ദിസ് ഈസ് B ആൻഡ് ദിസ് ഈസ് C. അപ്പോൾ ബിയിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ബിയിലെ വാല്യൂസ് ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം AB എന്ന ലൈൻ്റെ ബാക്ക് ബിയറിംഗ് തെറ്റായിരിക്കും, കാരണം അത് ബിയിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. അതേപോലെ BC എന്ന ലൈൻ്റെ ഫോർ ബിയറിംഗും തെറ്റായിരിക്കും, അതും ബിയിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ബിയിലാണ് എറർ എങ്കിൽ ബിയിൽ നിന്ന് മെഷർ ചെയ്യുന്ന എല്ലാം തെറ്റായിരിക്കും. ഓക്കെ, സോ വി ഹാവ് 2 മെത്തേഡ്സ് ടു എലിമിനേറ്റ് ലോക്കൽ അട്രാക്ഷൻ. ആൻഡ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്
നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ലൈനും മെഷർ ചെയ്തതിന് ശേഷം എല്ലാ ലൈനിൻ്റെയും ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് ഡിഫറൻസ് ചെക്ക് ചെയ്യുക. അത് 180 ഡിഗ്രി ആണോ ചെക്ക് ചെയ്യുക. 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി വരുന്ന ഏതെങ്കിലും ലൈനുകളുണ്ടാവും. ആ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ലൈനിൻ്റെയും കറക്റ്റ് ഫോർ ബിയറിങ്ങും കറക്റ്റ് ബാക്ക് ബിയറിങ്ങും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 180 ഡിഗ്രി ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ലൈനും 180 ഡിഗ്രി ഇല്ലായിരിക്കാം. ഹവർ ദർ ഇസ് നോ സച്ച് ലൈൻസ് വിച്ച് ഹാവ് ഡിഫറൻസ് 180 ഡിഗ്രി. അങ്ങനെ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ലൈന് കാണും അതിൻ്റെ ഡിഫറൻസ് 180യോട് അടുത്ത് നിൽക്കുന്നത്. ആ അടുത്ത് നിൽക്കുന്ന ലൈന് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് 180 ഡിഗ്രി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ബാക്കി എല്ലാ ലൈനും കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഫസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. AB, BC, CD ആൻഡ് DE എന്ന് പറയുന്ന ഒരു സർവേ ലൈൻസ്, ഓരോന്നിൻ്റെയും ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ലൈനിൻ്റെയും ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ കാണാൻ ഡിഫറൻസ് ചെക്ക് ചെയ്തു, ഓരോ ലൈനിൻ്റെയും ചെക്ക് ചെയ്തു. അതിലെ ഏറ്റവും അവസാനത്തെ ലൈൻ DE എന്ന ലൈനിൻ്റെ മാത്രമാണ് കറക്റ്റ് 180 ഡിഗ്രി വന്നത്. ബാക്കിയെല്ലാം എറർ ഉണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം D എന്ന സ്റ്റേഷനും E എന്ന സ്റ്റേഷനിലും അവിടെ എറർ ഇല്ല എന്ന് വെച്ചാൽ ദേ ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. നമുക്ക് ആ റിമാർക്കിൽ കാണാം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേഷനിൽ എറർ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് DE എന്നതിലെ ഫോർ ബിയറിംഗ് 324 ഡിഗ്രി 48 എന്ന് പറയുന്നത് കറക്റ്റാണ്. അതേപോലെ ബാക്ക് ബിയറിംഗ് 144 ഡിഗ്രി 48, ഇത് രണ്ടും കറക്റ്റാണ്. അതേപോലെ E എന്ന സ്റ്റേഷനിൽ മെഷർ ചെയ്യുന്ന എല്ലാ വാല്യൂസും D എന്ന സ്റ്റേഷനിൽ മെഷർ ചെയ്യുന്ന എല്ലാ വാല്യൂസും കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം CD എന്ന ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത് Dയിൽ നിന്നാണ്. അപ്പോൾ അത് കറക്റ്റാണെന്ന് അല്ലേ. അപ്പോൾ ഈ വാല്യൂ ഞാൻ ഈ വട്ടത്തിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ കറക്റ്റാണ്. സോ ബാക്ക് ബിയറിംഗ് ഓഫ് CD ഈസ് കറക്റ്റ്. അപ്പോൾ ഒരു ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് കിട്ടിയാൽ ഫോർ ബിയറിംഗ് നമുക്ക് കണ്ടെത്താമല്ലോ ബൈ യൂസിങ് 180 ഡിഗ്രി. അപ്പോൾ ഫോർ ബിയറിംഗ് ഇസ് ഓഫ് CD ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി എന്ന് വരും അല്ലേ. സോ യു വിൽ ഗെറ്റ് 29 ഡിഗ്രി 10 എന്ന് വന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ് ഫോർ ബിയറിംഗ്. പക്ഷേ നമുക്കിവിടെ ആ ടേബിളിൽ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, അവിടെ തന്നിരിക്കുന്ന വാല്യൂ 29 ഡിഗ്രി 45 മിനിറ്റ് എന്നാണ്. അത് തെറ്റാണ്. 10 മിനിറ്റ് ആണ് കറക്റ്റ്. അപ്പോൾ അവിടെ എത്രയാണ് അവിടുത്തെ തെറ്റ്, അവിടുത്തെ എറർ എത്രയാണ്, 35 മിനിറ്റ് ആണ്. സോ നമുക്കത് എറർ ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ മൈനസ് 35 മിനിറ്റ് കൂടുതലാണ്, അപ്പോൾ കുറക്കണം. അപ്പോൾ അവിടുത്തെ എറർ എന്ന് പറയുന്നത് -35 മിനിറ്റ് ആണ്. അതിൻ്റെ അർത്ഥം C എന്ന സ്റ്റേഷനിൽ മെഷർ ചെയ്യുന്ന എല്ലാ വാല്യൂസിലും ഈ 35 മിനിറ്റിൻ്റെ എറർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും സിയിൽ നിന്ന് മെഷർ ചെയ്യുന്ന വേറൊരു ബിയറിംഗ് വാല്യൂ ആണ് ബാക്ക് ബിയറിംഗ് ഓഫ് BC എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 277 ഡിഗ്രി 5 മിനിറ്റ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. അതിലും ഈ 35 മിനിറ്റിൻ്റെ എറർ ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ 35 മിനിറ്റ് കുറച്ചാൽ അവിടുത്തെ കറക്റ്റ് വാല്യൂ കിട്ടും. സോ നമ്മൾ സിയിൽ അത് അപ്ലൈ ചെയ്യുക. സിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് ബിയറിംഗ് ഓഫ് BC 277 ഡിഗ്രി 5 മിനിറ്റ് എന്നിൽ നിന്ന് 35 മിനിറ്റ് കുറക്കുക. സോ യു വിൽ ഗെറ്റ് ദി കറക്റ്റ് ബാക്ക് ബിയറിംഗ് ഓഫ് BC കിട്ടും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു 276 ഡിഗ്രി 30 കറക്റ്റായി. ഇത് കറക്റ്റാണ്. അപ്പോൾ ഒരു ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് കറക്റ്റ് ആണെങ്കിൽ ഫോർ ബിയറിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 180 ഡിഗ്രി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫോർ ബിയറിംഗ് ഓഫ് BC എന്ന് പറയുന്നത് 180 ഡിഗ്രി വെച്ച് യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ഈസ് 96 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടി. പക്ഷേ നിങ്ങളുടെ ടേബിളിലേക്ക് നോക്കുക, അവിടെ തന്നിരിക്കുന്നത് 96 ഡിഗ്രി 55 എന്നാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ഇതാണ്, തെറ്റായ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് അവിടുത്തെ എറർ നമ്മൾ ചെക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് 25 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ബിയിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഫോർ ബിയറിങ്ങിൽ 25 ഡിഗ്രിയുടെ തെറ്റുണ്ട്. അതേപോലെ തന്നെ ബിയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ബിയറിംഗ് ആണ് ബാക്ക് ബിയറിംഗ് ഓഫ് AB എന്ന് പറയുന്നത്. ബാക്ക് ബിയറിംഗ് ഓഫ് AB ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 226 ഡിഗ്രി 10 മിനിറ്റ് എന്നാണ്. അപ്പോൾ അവിടെയും ഈ 25 മിനിറ്റിൻ്റെ തെറ്റുണ്ടാവും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ആ 25 ഡിഗ്രി ബാക്ക് ബിയറിംഗിൽ 25 ഡിഗ്രി കുറച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് കറക്റ്റ് വാല്യൂ 225 ഡിഗ്രി 45 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ABയുടെ ബാക്ക് ബിയറിംഗ് നമ്മൾ കറക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ABയുടെ ഫോർ ബിയറിംഗ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 180 ഡിഗ്രി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിച്ചു. ദ കറക്റ്റ് വാല്യൂ ഈസ് 45 ഡിഗ്രി 45 മിനിറ്റ് എന്ന് കിട്ടി. അവിടെ തന്നിരിക്കുന്ന വാല്യൂകൾ ചെക്ക് ചെയ്താൽ അതേ വാല്യൂ തന്നെയാണ്. അതിൻ്റെ അർത്ഥം A എന്ന സ്റ്റേഷനിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല, എറർ ഒന്നുമില്ല, കാരണം രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ A എന്നുള്ള സ്റ്റേഷന് ശരിയാണ്, Dയും Eയും ശരിയാണ്. ദാറ്റ് മീൻസ് നോ എറർ അറ്റ് സ്റ്റേഷൻ A. സിമിലർലി
നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിയിലും ഇയിലും തെറ്റില്ല, ഡിയിൽ തെറ്റില്ല, എയിൽ തെറ്റില്ല. സോ ബി ആൻഡ് സി ആണ് ലോക്കൽ അട്രാക്ഷന്റെ എഫക്റ്റ് ഉള്ളത്. സോ ബി ആൻഡ് സി സ്റ്റേഷൻസ് ആർ എഫക്റ്റഡ് ബൈ ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വഴി എങ്ങനെയാണ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡിനെ പറ്റി ഒന്ന് പറയാം. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ക്ലോസ്ഡ് സർക്യൂട്ട് വരുന്ന സാധനത്തിന് വേണ്ടി, അതിനുള്ള ട്രാവേഴ്സിന് വേണ്ടി മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ട്രാവേഴ്സിന് പറ്റില്ല. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്തത് ഓപ്പൺ ട്രാവേഴ്സ് ആണ്, അപ്പോൾ അതിന് ഇത് പറ്റില്ല. ക്ലോസ്ഡ് ട്രാവേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇത് ചെയ്യുന്നത് ആ ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾസ് നമ്മൾ ഒബ്സർവ് ചെയ്ത ബിയറിംഗ് തെറ്റാണെങ്കിൽ പോലും അകത്തുള്ള ഇൻക്ലൂഡ് ആംഗിൾ ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു ട്രാവേഴ്സിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ സമ്മ് കണ്ടുപിടിക്കുക. ആ സമ്മ് 2n-4 × 90 എന്ന് പറയുന്ന വാല്യൂക്ക് തുല്യമായിരിക്കണം, വേർ സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്. അത് കറക്റ്റാണോ ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആംഗിളിൻ്റെ സമ്മിൽ എറർ ഉണ്ട്, ആ എറർ എല്ലാ ആംഗിളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ലൈൻ്റെയും 180 ഡിഗ്രി ആണോ ഡിഫറൻസ്, ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ഡിഫറൻസ് 180 ഡിഗ്രി ആണോ ചെക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ 180 ഡിഗ്രി കറക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ബിയറിംഗ് വാല്യൂവും ആംഗിളും ഉപയോഗിച്ചിട്ട്, ഇൻക്ലൂഡ് ആംഗിൾ ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ ലൈനിൻ്റെയും ബിയറിംഗ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ മെത്തേഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ABCDE എന്ന് പറയുന്ന ഒരു ട്രാവേഴ്സ്, ഓരോന്നിൻ്റെയും ബാക്ക് ബിയറിങ്ങും ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് ഈ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിംഗും ഉപയോഗിച്ചിട്ട് ആ ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഫിഗറിൽ ആ ട്രാവേഴ്സ് ABBCCDDE ആൻഡ് E എന്ന് പറയുന്ന ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രാവേഴ്സിൻ്റെ അകത്തുള്ള ആംഗിൾ, ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D ആൻഡ് ആംഗിൾ E. ഇത് ഓരോന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ A എന്ന് പറയുന്നത് ബാക്ക് ബിയറിംഗ് ഓഫ് EA മൈനസ് ഫോർ ബിയറിംഗ് ഓഫ് AB ആണ്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ A കിട്ടും, ദാറ്റ് ഈസ് 50 ഡിഗ്രി 5 എന്ന് കിട്ടി. അങ്ങനെ ആംഗിൾ B നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ആംഗിൾ C കാൽക്കുലേറ്റ് ചെയ്യാം, ആംഗിൾ D കാൽക്കുലേറ്റ് ചെയ്യാം, ആംഗിൾ E കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ആംഗിളും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആംഗിൾ കിട്ടിയാൽ ഈ ഓരോ ആംഗിളും ആഡ് ചെയ്ത് നോക്കുക, സം ഓഫ് ആംഗിൾസ്. നമുക്കിവിടെ കിട്ടിയത് 539 ഡിഗ്രി എന്നാണ്, 539 ഡിഗ്രി 35 എന്നാണ് കിട്ടിയത്. പക്ഷേ ഇത് 5 സൈഡുള്ള ഒരു പോളിഗണാണ്. 5 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ തിയററ്റിക്കൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 540 ഡിഗ്രി, 540 ഡിഗ്രി വരണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ച വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ ഒരു എറർ ഉണ്ട്. എത്രയാണ് എറർ? 25 മിനിറ്റിൻ്റെ എറർ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 25 മിനിറ്റിൻ്റെ എറർ എല്ലാ ആംഗിളിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ 25/5 എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് എല്ലാ ആംഗിളിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആംഗിൾ കുറവല്ല, അപ്പോൾ കൂട്ടി കൊടുക്കുക, എല്ലാ ആംഗിളിലേക്കും 5 മിനിറ്റ് ആഡ് ചെയ്യുക. സോ ആഡ് +5 ടു ഓൾ ആംഗിൾസ്. അങ്ങനെ അപ്പോൾ ആദ്യത്തെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി 5 മിനിറ്റ് എന്നാണ്. ഇതിലേക്ക് 5 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ഡിഗ്രി 10 എന്ന് വരും. അടുത്ത ആംഗിൾ 138 ഡിഗ്രി 40 എന്നാണ്. അതിലേക്ക് നമ്മൾ 5 ആഡ് ചെയ്താൽ 138 ഡിഗ്രി 45 എന്ന് വരും. അടുത്ത് 131 ഡിഗ്രി 0 മിനിറ്റ് എന്നാണ്. അപ്പോൾ 131 ഡിഗ്രി 5 മിനിറ്റ് എന്ന് വരും. അതുപോലെ അടുത്തത് 120 ഡിഗ്രി 45 എന്ന് വരും. ലാസ്റ്റത്ത് 99 ഡിഗ്രി 15 എന്ന് വരും. സോ ദീസ് ആർ ദ കറക്റ്റഡ് ആംഗിൾസ്. അപ്പോൾ ആംഗിൾസ് നമ്മളെല്ലാം കറക്റ്റ് ചെയ്തു. ഇനി ആംഗിൾസ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗിൻ്റെ ഡിഫറൻസ് ചെക്ക് ചെയ്യുക. അത് ഓരോ ലൈനും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലൈന് 180 ഡിഗ്രി വരുന്നു. അപ്പോൾ ഇവിടെ CD എന്ന ലൈന് 180 ഡിഗ്രി കറക്റ്റ് വന്നു. അതിൻ്റെ അർത്ഥം CD എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് കറക്റ്റാണ്, ബാക്ക് ബിയറിംഗ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡ് ആംഗിളും ഏതെങ്കിലും ഒരു ബിയറിംഗ് ആംഗിളും കിട്ടിയാൽ ബാക്കി ലൈൻസിൻ്റെ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് അതേ ഒരു മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാം. ആദ്യം ഫോർ ബിയറിംഗ് ഓഫ് DE, D എന്ന ലൈന് അവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈനാണ്. അത് ഉപയോഗിക്കാൻ കാരണം CD എന്ന ലൈനിൻ്റെ കറക്റ്റാണ്. അപ്പോൾ അടുത്ത ലൈനാണ് DE. ആ ഒരു മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർ ബിയറിംഗ് ഓഫ് DE എന്ന് പറഞ്ഞാൽ ബാക്ക് ബിയറിംഗ് ഓഫ് CD അത് കറക്റ്റാണ്.
ദാറ്റ് മൈനസ് ആംഗിൾ ഡി. അപ്പോൾ ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡി നമുക്കിവിടെ തന്നിട്ടുണ്ട് 350 ഡിഗ്രി, ആ ടേബിളിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആംഗിൾ ഡി കുറച്ചാൽ യു വിൽ ഗെറ്റ് ഫോർ ബെയറിംഗ് ഓഫ് ഡി കിട്ടും. ഒരു ലൈനിന്റെ ഫോർ ബെയറിംഗ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് അതിന്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാം. 180 ഉപയോഗിച്ചിട്ട് ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബാക്ക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി 5 എന്ന് കിട്ടി. അതേപോലെ അടുത്ത ലൈൻ ഇ എൻ്റെ ഫോർ ബെയറിംഗ് നമുക്ക് കണ്ടുപിടിക്കാം, അതിന്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാം. സിമിലർലി ലൈൻ എ ബിന്റെ ഫോർ ബെയറിംഗ് കണ്ടുപിടിക്കാൻ ബാക്ക് ബെയറിംഗ് ഓഫ് എ മൈനസ് ആംഗിൾ എ. ഇവിടെ ബാക്ക് ബെയറിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഈ ബാക്ക് ബെയറിംഗ് ആണ്, കറക്റ്റ് ചെയ്ത വാല്യൂസ് ആണ് ഇനി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. യു വിൽ ഗെറ്റ് ബാക്ക് ഫോർ ബെയറിംഗ് ഓഫ് എ ബി കിട്ടും. അതേപോലെ ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി കണ്ടുപിടിക്കാം. ദെൻ ബി സി എന്ന ലൈനിന്റെ ഫോർ ബെയറിംഗ് ഈക്വൽ ടു ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി മൈനസ് ആംഗിൾ ബി, അതിന്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഓരോ ലൈനിന്റെയും ബാക്ക് ബെയറിംഗ് ആൻഡ് ഫോർ ബെയറിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്ത് അവസാനം ഫോർ ബെയറിംഗ് ഓഫ് സി ഡി നമ്മൾ ചെയ്താൽ, നിങ്ങൾ ഈ ചെയ്ത മെത്തേഡിൽ വെച്ച് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് 170 ഡിഗ്രി 50. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നേരത്തെ നമ്മൾ പറഞ്ഞു സി ഡിന്റെ ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗ് കറക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിട്ടിയ വാല്യൂ നേരത്തെ തന്ന വാല്യൂ ചെക്ക് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ദ സെയിം വാല്യൂ. അതേപോലെ അതിന്റെ ബാക്ക് ബെയറിംഗ് കിട്ടിയാലും യു ക്യാൻ സീ ദ സെയിം വാല്യൂ. 350 ഇവിടെയും കറക്റ്റാണ്. സോ ദിസ് ഈസ് ദ ചെക്ക്. നമ്മൾ ചെയ്തിങ്ങനെ നമ്മൾ കറക്റ്റാന്ന് പറഞ്ഞ ലൈനിലേക്ക് നമ്മൾ ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് വാല്യൂ കറക്റ്റാന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ മെത്തേഡിന്റെ ചെക്ക് എന്ന് പറയുന്നത്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ നമ്മൾ ഈ ഒരു 4th ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഒന്ന് എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു. ദെൻ ലോക്കൽ അട്രാക്ഷൻ എന്താണ്, ആ ലോക്കൽ അട്രാക്ഷൻ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, അതെങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.